തിന്നുന്ന പുഴുവിൻ്റെ ശല്യമാണ് ഇതിനകത്ത് ആകെ വരുന്നത്. അതിനൊരു കീടനാശിനി നമ്മൾ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരു ഒന്നരോടെ ദിവസമെങ്കിലും ഇതിന്റെ ഇല ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ തിന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇല വട്ടത്തിൽ ഇതിൽ പോകുന്നുണ്ടോ. അപ്പൊ അതൊന്ന് കൈകൊണ്ട് ഒരു കീടനാശിനി ഇതിന് അടിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഈ ചെടികളൊക്കെ വന്നിട്ട് വളം കൂടുതൽ വേണ്ട ചെടികളാണ്. ഒരു 3-4 നമ്മൾ ഭാവിയിൽ നിറച്ച് തൈ നട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് 2-3 പ്രാവശ്യം വളം കൊടുക്കണം. ഇത് എത്ര മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ? 3 മാസം മതി. 3 മാസം മതി. ശീതകാല പച്ചക്കറിയിൽ വരുന്ന ഏതാണ് എല്ലാ സാധനങ്ങളും 3 മാസം കൊണ്ട് നമുക്ക് തൈ നട്ട്, അതായത് വിത്ത് ഭാവി. ഇത് ചേട്ടൻ നട്ടത് എപ്പോഴാണ്? ഇതിപ്പോ അവസാനം നട്ടതാ. ഇതൊക്കെ ഇവിടുത്തെ എല്ലാം കഴിഞ്ഞു. ഇത് ഓരോ പ്രാവശ്യം ഉണ്ട്. ഇത് ഓരോ സെക്ഷനായിട്ടാണ് നമ്മൾ നടുന്നത്. നമ്മൾ ഒന്നിച്ച് നടുന്നില്ല. കാരണം നമ്മൾ ഒന്നിച്ച് നട്ട് നമുക്ക് ആയിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ പല സെക്ഷനായിട്ട് നടും. ഇപ്പൊ ഓരോ തീരാറാകുമ്പോൾ അടുത്ത സെക്ഷനിൽ ഒരു 5-10 ബാഗുകൾ വെച്ചിട്ടാണ് നമ്മളിത്. ഇപ്പൊ അത് ആ ഒരു 5-6 ബാഗ് ഒരു മട്ടു ഇപ്പൊ വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ഉണ്ടാവണം. ഇത് കായായി, പക്ഷെ ഇത് ആയി വരുന്നേ ഉള്ളൂ. ഇതാണ് പൂവായി കാര്യങ്ങളായി. എത്ര നാള് കഴിയും? ഇതായി കഴിഞ്ഞ ഒരു 2-3 ആഴ്ച കൊണ്ട് പാകം. അതെ. അപ്പൊ ശരിക്കും ഇത് ആയോന്ന് എങ്ങനെയാ അറിയാം? ഒരു മഞ്ഞ കളറാവും ഈ സാധനം. ഇതിപ്പോ ശരിയായിട്ടില്ല. ഞാൻ ഇത് അവിടെ കാണിച്ചത്. ഇത് പാർസലി എന്ന് പറഞ്ഞ സാധനം. ഇതൊന്നും നമ്മുടെ നാട്ടിൽ ആരും ഉപയോഗിക്കുന്നില്ല. ഇവർക്ക് കുറിച്ച് ആർക്കും അറിയില്ല. അതാണ് പ്രശ്നം. നമ്മുടെ നാടൻ പച്ചച്ചീര. ഇത് നാടൻ പച്ചച്ചീര. ഇതാണ് ചീരയിലെ ഏറ്റവും ബെറ്റർ സാധനം. ഇതെന്ത്? അത് ലെറ്റ്യൂസ് എന്ന് പറയുന്നത്. ഇത് കയ്യിൽ നമ്മൾ സാധനം അല്ല, മറ്റേ പാർസലി എന്ന് പറഞ്ഞ സാധനം വലിയത്. ഇത് പനിക്കൂർക്ക, വെറിഗേറ്റഡ് പനിക്കൂർക്ക. ഭംഗിയുണ്ട്. കറ്റാർ വാഴകളുടെ ഒരു കളക്ഷൻ തന്നെയുണ്ട്. അതിന്റെ തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. കറ്റാർ വാഴയുടെ അല്ലേ? ഇതൊക്കെ നമുക്ക് എടുത്ത് തുടങ്ങാം. അതായത് ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. ഇതെടുക്കാം. ഇതൊക്കെ എടുത്തു തുടങ്ങും. അപ്പൊ ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ ഈ ഒരു ഫ്ലവർ ഉണ്ടായി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ കട്ട് ചെയ്തപ്പോ അടുത്ത ശീഘ്രം പൊട്ടി വന്നാൽ നീ കാണാൻ. ഇതിന്റെ അടിയിൽ നിന്ന് ഇത് പിന്നെ നമ്മൾ കളയണ്ട, നമുക്ക് യൂസ് ചെയ്യാലോ. ഇത് നമ്മൾ എടുത്തതാണ് വിളവ്. ഒരു പ്രാവശ്യം വിളവെടുത്തു. അതിൽ അതുണ്ട്. അതെ, ഇത് വിളവെടുത്ത് കഴിഞ്ഞാണ്. അപ്പൊ അതിന്റെ ശിഖരം പൊട്ടി വന്നു. നമുക്ക് ചെറുത് കിട്ടിയാൽ മതി. ഉണ്ടോ? അതെ, ഇതെല്ലാം രണ്ടാമത് ഇതൊക്കെ 1.5 കിലോ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ എടുത്ത. ഇത് വിളവെടുത്ത് പൊട്ടും. ഇതിൽ സൈഡിൽ നിന്ന് പൊട്ടും. നമുക്ക് വേണമെങ്കിൽ നിർത്തിയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് മാറ്റാം. കൂടുതൽ വ്യവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് പറിച്ച് കളയാം. ഇത് നമുക്കിപ്പോ സമയം കിട്ടാണ്ട്. കാരണം നമുക്ക് വേറെ ഉണ്ടെങ്കിൽ പിന്നെ അത് കളയേണ്ട കാര്യമില്ല. പുതിന എല്ലാം ഉണ്ട്. ഇതിപ്പോ ഇവിടെ ഈ ഇത്ര ഭാഗം മൊത്തം തക്കാളി ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ രണ്ടാമത് താഴെ നട്ടേക്കും. പിന്നെ നട്ടില്ല. എന്തായാലും ഞാൻ സമ്മതിച്ചു. അപ്പൊ കീടശല്യത്തെ പറ്റി പറഞ്ഞൂല കാര്യങ്ങള്. ഒരുപാട് കീടശല്യത്തിന് നമ്മൾ ദിവസവും ഒന്ന് പരിചരണം കൊടുത്താൽ മതി. അതിൻ്റെ അടുത്ത് പോവുക, അതിൻ്റെ ഇലകളിൽ എന്തെങ്കിലും കീടങ്ങളുണ്ടെങ്കിൽ കൈക്ക് എടുത്ത് കളയുക. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ചേട്ടൻ്റെ അനുഭവം. ഒരുപാട് വളങ്ങളൊന്നും നിറച്ചല്ല ചേട്ടൻ ഇവിടെ വെച്ചിരിക്കുന്നത്. മിതമായിട്ട് മിതമായിട്ട് മാത്രമേ വളങ്ങൾ കിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആകെ യൂസ് ചെയ്യുന്നത് വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി, ആട്ടിൻകാട്ടം, ചകിരിച്ചോറ്, മണ്ണ്, കുമ്മായം. നമ്മൾ നട്ട് കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് വിളവെടുക്കാം. 3 മാസം. അതായത് തൈ നമ്മൾ പാവി 3 മാസം കൊണ്ട് ഇതിന്റെ വിളവെടുക്കാം. ഇത് പൂവായി കഴിഞ്ഞാൽ എത്ര ദിവസം വേണം? 2 ആഴ്ച കൊണ്ട് ആയി കിട്ടും. അത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. പൂവായി ഇനി കായ എത്ര നാൾ കൊണ്ട് എടുക്കേണ്ട പാകം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെറിയൊരു മഞ്ഞ കളറിലേക്ക് വരും. മറ്റേതാകുമ്പോ വെള്ളയായിരിക്കും. കളർ വെള്ളയായിരിക്കും. ഇതിന്റെ ഇത്ര പെട്ടെന്ന് മഞ്ഞ് പറഞ്ഞ ഇതിപ്പോ രണ്ടാമത്, അതായത് ആ ചെടിയിൽ നിന്നുണ്ടായതായത് കൊണ്ടാണ് ഇത് പെട്ടെന്ന് ഈ കളർ വരുന്നത്. തണ്ടീന്ന് മുളച്ചു വരും. അപ്പൊ നമുക്ക് അത് നിർത്താം, കളഞ്ഞ് വേറെ ചെയ്യാം. അതിനുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ശിഖരം ഓൾറെഡി പൊട്ടി കഴിഞ്ഞു. അടുത്തത് നമ്മൾ വേണമെങ്കിൽ ഇത് ചെറിയ ഫ്ലവർ ഉണ്ടായി കിട്ടുള്ളൂ. രണ്ടാമത് ഉണ്ടാകുന്ന ചെറിയ ഫ്ലവർ കിട്ടുള്ളൂ. അപ്പൊ നമുക്കത് കളയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് വീണ്ടും ഇത് തോരൻ വെക്കാം. ഇത് തോരൻ വെക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇല ഇങ്ങനെ കട്ട് ചെയ്യാം. 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് തണ്ട് വേണം. തണ്ടാണ് ഏറ്റവും ടേസ്റ്റ്. ഇതിന്റെ അധികം മൂത്ത ഇലകൾ അറ്റവും അടിയിൽ എടുക്കരുത്. അതിന്റെ മുകളിലുള്ള ഇലകളെല്ലാം. ചീര കറി വെച്ചാൽ ഞാൻ പല വീടുകളിലും ചേരും. ഇത് മൊത്തം അങ്ങോട്ട് തണ്ടും ഉണ്ട് എല്ലാം കൂടി ഇട്ടാൽ അരിയും. ശരി ചെയ്യേണ്ട ഒന്ന് തണ്ട് സെപ്പറേറ്റ് അരിയാം. അപ്പൊ ഈ തണ്ട് വെന്ത് കഴിഞ്ഞാൽ ഈ ഗ്യാസ് ഓഫ് ചെയ്യുക, അടുപ്പ് തീ കെടുത്താൽ ഈ ഇല ഇടാൻ മൂടി വയ്ക്കുക. ഇത്ര മാത്രമേ ചീരക്ക് വേവുള്ളൂ. അല്ലാതെ ചീര വെറുതെ തണ്ട് വേവാൻ വേണ്ടി ഇതിന്റെ ഉള്ള പോഷക ഗുണം കളയാം. വീട്ടിൽ എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെയാണ്, ചേട്ടൻ പറഞ്ഞ ഐഡിയയിലാണ്. തണ്ടാണ് ആദ്യം ചെയ്യുന്നത്. അപ്പൊ ചേട്ടൻ ഇത് ചെയ്തിരിക്കുന്നത് ടെറസിന്റെ മുകളിലാണ്.
ടെറസിൻ്റെ മുകളിൽ ശരിക്കും പറഞ്ഞാൽ കോഴിക്കൂട് വരെയുണ്ട്. അപ്പം നമ്മൾ ചോദിക്കും, പലരും ചോദിക്കും കോഴിക്കാട്ടം താഴെ വീഴില്ലേ? അതിനുള്ള വിദ്യകളും അവിടെ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പുള്ള നമ്മൾ വർക്ക്ഷോപ്പിൽ പറഞ്ഞ് സ്റ്റെപ്പ് 2 സ്റ്റെപ്പായിട്ട് മേടിച്ച് ആ ഒരു സ്റ്റെപ്പിൽ നമുക്ക് ചാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോഴീനെയും ഇതുപോലെ വളർത്താം. കോഴിക്കൂട് വയ്ക്കാൻ സ്ഥലമില്ലെങ്കിൽ ഇവിടെ ഒരു സ്മെല്ലും ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ കോഴികൾ കിടക്കുന്നു, എത്ര എണ്ണം? 10 ഇതിപ്പോ ഒരു വർഷം കഴിഞ്ഞ കോഴിയാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഓരോന്നും കട്ട് ചെയ്യും. കാരണം ഇനി 10 വർഷം കഴിയുമ്പോൾ നമുക്ക് കൂട് ക്ലീൻ ചെയ്ത് കോഴിനെ കിട്ടണം. ഇതിപ്പോ താഴെ വീണത് എടുത്ത് ചെടികൾക്ക് വളമാക്കാം. മിന്തിന്റെ തൈ ഒരെണ്ണം നമുക്ക് വേണം. നഴ്സറി ചെന്ന് കഴിഞ്ഞാൽ 80 രൂപ കൊടുക്കണം ഈ സാധനം. ഞാനിവിടെ കൊടുക്കുന്നത് 10 രൂപയ്ക്ക്. പിന്നെ പറയട്ടെ, ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ ഗ്ലാസിന്റെ കാര്യം പറഞ്ഞില്ലേ, അവിടുത്തെ പള്ളിയില് എന്താണ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഗ്ലാസ് ആണ് ചേട്ടൻ. അത് പറ്റി. അപ്പൊ അത് നമുക്ക് പൈസ മുടക്കില്ല, അത് കിട്ടും. പക്ഷെ മുൻപ് ഞാൻ അത് എല്ലാ സീസണിലും എപ്പോഴും കിട്ടില്ല. പിന്നെ അതായത് ഞാൻ ഗ്ലാസ് ഉപയോഗം അപ്പൊ തന്നെ കൊണ്ടുവരാണെങ്കിൽ മാത്രമേ ഞാൻ അത് എടുക്കാൻ പറ്റുള്ളൂ. കാരണം അത്ര ടൈം പോയി കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസ് നമുക്ക് യൂസ് ചെയ്ത് കഴുകിയെടുക്കാൻ. അപ്പോൾ ഷാജു ചേട്ടൻ്റെ നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്ന എന്ത് സാധനമാണെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കറുകുറ്റി വഴി NH വഴിയൊക്കെ പോകുന്നവർ അതിലെ ചേട്ടനെ വിളിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പ്ലാന്റുകളൊക്കെ നമുക്ക് വാങ്ങിക്കാം. അഡ്വാൻസ് ആയിട്ട് ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് തന്നെ വരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള പച്ചക്കറി വിത്തുകൾ, അതേപോലെ തന്നെ അസോളയൊക്കെ ഒത്തിരി പേര് എവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അസോള മാത്രമല്ല വേറെ കുറേ സാധനം വാങ്ങിക്കാമെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത് നഷ്ടമാവില്ല. കറുകുറ്റിയിൽ നിന്ന് ഇവിടം വരെ ഇങ്ങോട്ട് വന്നാൽ മതി. കറുകുറ്റി അടുത്ത് തന്നെയാണ്, 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ NH വഴി പോകുമ്പോൾ ഉറപ്പായിട്ടും ഇവിടെ കൂടി ഒന്ന് വിസിറ്റ് ചെയ്യുക. അടിപൊളിയാണ് കേട്ടോ. കറുകുറ്റി അപ്പോളോ അറ്റ്ലക്സിന്റെ അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് നമ്മളിപ്പോൾ ചെടികൾ മേടിക്കാം, അതുപോലെ പച്ചക്കറികൾ വാങ്ങാം. അതിനാവശ്യമായ വളം കൊടുക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ആ സാധനങ്ങളെല്ലാം കിട്ടും. അപ്പൊ ഇതാണ് സുന്ദരി ചീര. ഇതിന്റെ തണ്ട് കണ്ടോ, ചുവപ്പുകളുള്ള. ഇവിടെ അടിപൊളിയായിട്ട് ഇവിടെ താഴെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മറ്റു ചീരയേക്കാളും നല്ലൊരു ടേസ്റ്റുമാണ് ഈ സാധനം. ഇതായത് നമുക്ക് ഇല എടുത്തില്ലെങ്കിൽ ഇത് കാണാൻ ഒരു ചെടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. കാരണം അത്ര ഭംഗിയുണ്ട് ഈ സാധനത്തിന്. പ്രത്യേകത അങ്ങനെയാണ്. കേട്ടായിട്ട് ഇതിനേക്കാൾ മുൻപ് ചെയ്തത് അപ്പുറത്തിരിക്കണേ പുതിന പലരും പിടിക്കുന്നില്ല. അതിന്റെ കാരണം എന്താ? ഈ സാധനം പിടിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മൂപ്പമല്ല, എന്നാൽ ഒരു മീഡിയം സൈസിൽ വരുന്ന തണ്ടെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ട് വെള്ളത്തിൽ വെക്കാം. പച്ചവെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കൂടെ ആകുമ്പോഴേക്കും അതിനകത്ത് വേറെ ഇറങ്ങും. എന്നിട്ട് മഴയാണെങ്കിൽ പിടിക്കും. പക്ഷേ എന്നിരുന്നാലും 100 തൈ കിട്ടി കഴിഞ്ഞാൽ 25-30 കൂടുതൽ പിടിച്ച് കിട്ടില്ല ഈ സാധനം. അതാണ് ഇതിന്റെ തൈയുണ്ട്. ചേട്ടാ, ഇത് എങ്ങനെയാണ് ഇത്രയും കറ്റാർവാഴ പുറ്റായിട്ട്? ഇപ്പൊ ഒരു ഗ്രോ ബാഗിൽ തന്നെ ഒരു 10 കൂടുതലുണ്ടല്ലേ? കാരണം നമ്മൾ കൊടുക്കുന്ന പരിചരണമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ജൈവമായിട്ടുള്ള വളങ്ങളും മണ്ണും സാധനങ്ങളും എല്ലാം, അതായത് ചകിരിച്ചോറും ഇതിനകത്തുണ്ട്, ചാണകപ്പൊടി, ട്രൈക്കോഡർമ സംഭവിച്ച ചാണകപ്പൊടി, അതെ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു തൈ നടും. പക്ഷെ അതിനകത്ത് നിന്ന് പൊട്ടി വരുന്ന ശിഖരങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് ഓരോ ഇതെടുത്ത് നമ്മൾ അടുത്ത തൈ ഉത്പാദിപ്പിക്കുന്നത്. കുറെ സ്റ്റോക്ക് ഉണ്ടായിരുന്നോണ്ട് പിന്നെ ഇടയ്ക്ക് പറിച്ച് നട്ടില്ല. അപ്പൊ അത് തീർന്നു. ഇനിയിപ്പോ അത് പറിച്ച് നടണം. ബാഗുകളെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. വേണ്ട, അല്ലാതെ ഇത് നന്നായിട്ട് വെള്ളം തണുപ്പുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇതിനകത്ത് വെള്ളം കൊടുത്താൽ മതി. ഉണങ്ങുന്നു കണ്ടു കഴിഞ്ഞാൽ മാത്രം. പക്ഷെ ഞാൻ ഇതിന്റെ മേഖലയിൽ ഇരിക്കുന്നതുകൊണ്ട് ഹ്യൂമിഡിറ്റി കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ നനയ്ക്കുമ്പോൾ ഒരു ഇച്ചിരിക്ക് എല്ലാ ദിവസവും കൊടുക്കും. കാരണം ഒരു ദിവസം അങ്ങ് മറന്നു പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. കാരണം ഈ ചെടിക്ക് അധികം വെള്ളം ജലാംശം ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് ഈ സാധനം. നമ്മുടെ മുടി വളരാനായിട്ട് അതുപോലെ ഇതിന്റെ ജെല്ല് എടുത്ത് ചെറിയ ജാറിലിട്ട് അടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ കറ്റാർവാഴ വേണ്ടവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ കറ്റാർവാഴയ്ക്ക് എന്താ ചേട്ടാ വില? നമ്മൾ തൈ ഗ്രോ ബാഗിൽ, ചെറിയ ഗ്രോ ബാഗിൽ നിറച്ച കൊടുക്കണം. അപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കൃഷിലോകം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.